ഹലോ ഫ്രണ്ട്സ്, ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊരു പക്കോട തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതുപോലെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലീൻ ചെയ്ത് വെച്ച ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതുപോലെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉരുളക്കിഴങ്ങിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതുപോലെ ഇതിൻ്റെ ചെറിയൊരു ഭാഗത്തിട്ടിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വലുതായിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ഭാഗത്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ 2 ഉരുളക്കിഴങ്ങും. ഇനി ഈ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇത് മുഴുവനും ഞാൻ ഇതിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തതും. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത്. അപ്പം നിങ്ങൾ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക, എരിവ് ആവശ്യമില്ലാത്തവർക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മൈദക്ക് പകരം നമുക്കിതിലേക്ക് കടലമാവോ അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ മൈദയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിതുപോലെ കുറച്ച് മാത്രം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കുകയാണ്. കാരണം ഉരുളക്കിഴങ്ങിൽ നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലൊന്ന് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു കൂട്ടില്ലേ ഉരുളക്കിഴങ്ങിൻ്റെ, അത് നന്നായിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് നമുക്ക് എണ്ണയിലോട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് നമുക്കിത് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാവാതെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് ഈ ഒരു നമ്മൾ എന്ത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാലും അത് ഒരു എണ്ണ നന്നായിട്ട് അതിൽ കുടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നന്നായിട്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിതിൽ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടും അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇത് ചെറുതായിട്ട് നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിത് എണ്ണയിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് കംപ്ലീറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.